കുറച്ച് കൊള്ളാമെന്ന് വിചാരിച്ചു. പിന്നെ സൺ കിസ് എന്നൊക്കെ ഇതിന് പറയുമല്ലേ. എന്നിട്ട് ഞാൻ നേരെ നമ്മുടെ അടുക്കളയിലേക്ക് പോയി. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് വലിയ പണിയൊന്നും ഇല്ലായിരുന്നു. കാരണം ഇന്നലെ നമ്മൾ ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണണേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബിരിയാണി ഫ്രൈഡ് റൈസും ചിക്കനും, ബിരിയാണി എന്ന് പറയാൻ പറ്റില്ലല്ലേ, ഫ്രൈഡ് റൈസും ചിക്കൻ കറിയുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ ഫ്രൈഡ് റൈസ് നമ്മൾ അപ്പച്ചമ്പി ഇട്ട് വന്നിട്ട് ഒന്ന് ചൂടാക്കും. അത് കഴിഞ്ഞിട്ട് ചിക്കൻ കറി ഒന്ന് ചൂടാക്കി. അപ്പം എന്താ നമ്മുടെ കുഞ്ഞിത് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എന്തെങ്കിലും രാവിലത്തേക്ക് ദോശമാവുണ്ട്, ദോശയോ ഇഡലി എന്ന് തന്നെ ഉണ്ടാക്കില്ല. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ്സിലോട് ഇച്ചിരി മാറ്റി വെക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ദോശമാവ് നമ്മൾ ഉപ്പ് ചേർക്കുന്നതിന് മുമ്പ് ഇച്ചിരി അതെടുത്ത് മാറ്റി വെച്ചിട്ട് അത് നമുക്ക് മുഖത്തൊക്കെ തേക്കാനായിട്ട് നല്ലതാണ്. അപ്പം മുഖത്ത് തേക്കുമ്പോഴത്തേക്കും നല്ല ഉപ്പൊന്നും ചേർക്കാത്ത മാവായിരിക്കണം, അത് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ നമ്മുടെ ഈ കറുത്ത പാട് അതൊക്കെ മാറാനൊക്കെ സഹായിക്കും. ഒരു ബ്രൈറ്റ്നെസ്സൊക്കെ നമ്മുടെ മുഖത്ത് വരുത്താനൊക്കെ നമ്മൾ ഈ ദോശമാവ് നമ്മളെ സഹായിക്കും കേട്ടോ. അപ്പം ഞാനിത് പണ്ട് മുതൽ ഇടയ്ക്കൊക്കെ ട്രൈ ചെയ്യുമായിരുന്നു. പിന്നെ ഇപ്പം അങ്ങനെ സമയം കിട്ടാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. ഇനി മുതൽ ഓരോന്നും ചെയ്യണമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ സൗന്ദര്യം നോക്കണമല്ലോ അല്ലേ. അപ്പോൾ തന്നെ ഞങ്ങൾ ദോശയൊക്കെ ആയായിരുന്നു. പിന്നെ ചിക്കൻ കറിയും കൂട്ടി കഴിച്ചു. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് ക്യാരറ്റും ആപ്പിളും കുറച്ച് ബീട്രൂട്ടും ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമ്മൾ കേടാവും, അങ്ങനെയൊക്കെ ആവുമല്ലോ. അപ്പോൾ ഞാനത് പൊടിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ABC പൗഡർ എന്നൊക്കെ ഇപ്പോൾ പറഞ്ഞ കുറേയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ അങ്ങ് തയ്യാറാക്കിയാൽ എങ്ങനെയുണ്ടെന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ 2-3 ക്യാരറ്റും പിന്നെ നമ്മുടെ ബീട്രൂട്ടും പിന്നെ ആപ്പിളും ഒക്കെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞു. പിന്നെ കുറച്ച് നമ്മുടെ ഈന്തപ്പഴം ഉണ്ടായിരുന്നു, അതിൻ്റെ കുരുവും കൂടെ കളഞ്ഞിട്ട് അതെല്ലാം വെയിലത്ത് വെച്ച് ഉണക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പോൾ കുഞ്ഞിക്ക് റാഗി കൊടുക്കാൻ തുടങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ റാഗി കൊടുക്കാൻ തുടങ്ങിയപ്പം റാഗി പൊടി വാങ്ങിക്കാതെ നമ്മൾ റാഗി പൊടിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അതിനകത്തും കല്ല്, ഓർഗാനിക്കായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുമ്പം അതിനകത്ത് കുഞ്ഞു കുഞ്ഞു കല്ല്, ശ്രദ്ധിച്ച് നോക്കിയപ്പോഴാണ് കുഞ്ഞു കുഞ്ഞു കല്ല് കണ്ടത്. അപ്പോൾ വീട്ടിൽ ഇതുപോലുള്ളവർ ചെയ്യുന്നവരൊക്കെ ശ്രദ്ധിച്ച് ചെയ്യണം. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.